തൊടുപുഴ സ്മിത ആശുപത്രിയിൽ നഴ്സ് ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ 3 ജീവനക്കാർക്കെതിരെ പോലീസ് കേസെടുത്തു. അൽഫോൻസ, ലിസി, നിഷ എന്നിവർക്കെതിരെയാണ് കേസ്. ആശുപത്രിയിൽ കടന്നു കയറി പ്രതിഷേധിച്ച യുവജന സംഘടനാ പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. ജോയ്മോൻ ജോസാണ് വിവരങ്ങളുമായി ചേരുന്നത്. ജോയ്മോനെ, ഇന്നലെയൊക്കെ വലിയ പ്രതിഷേധമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു നടപടിയല്ല, കേസെടുത്തിട്ടുണ്ട് എന്നാണല്ലോ മനസ്സിലാക്കുന്നത്. ഇവരൊക്കെ ഏത് തരത്തിലാണ് ഈ കേസുമായി നിലവിൽ ബന്ധപ്പെട്ടിരിക്കുന്നത്? മറ്റ് പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് നിലവിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കുന്നു. ശ്യാമിലി, നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതായത് തൊടുപുഴ സ്മിത ആശുപത്രിയിൽ വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരും നടത്തിയത്. ആശുപത്രിയുടെ നടുത്തളത്തിലേക്ക് വരെ കടന്നു കയറി മുദ്രാവാക്യം വിളികളും കുത്തിയിരുന്ന സമരങ്ങൾ ഉൾപ്പെടെയൊക്കെ നടന്നിരുന്നു. ഇവർ ഈ 2 പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ആശുപത്രി അധികൃതർ ഈ ആരോപണ വിധേയരായ 3 മേലുദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരുന്നു. അവരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. അതായത് ചീഫ് നഴ്സിംഗ് ഓഫീസറായ ലിസിമോൾ ഫിലിപ്പ്, നഴ്സിംഗ് സൂപ്രണ്ട് നിഷ, നഴ്സ് അൽഫോൻസ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ നഴ്സ് ഈ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രി സ്മിത ആശുപത്രിയിലെ നഴ്സാണ് ഇന്നലെ പുലർച്ചെ 3:30 ജീവനൊടുക്കാൻ ശ്രമം നടത്തിയത്. മേലുദ്യോഗസ്ഥരുടെ മാനസിക പീഡനത്തെ തുടർന്നായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടന്നതെന്ന ആരോപണം ആദ്യം കിട്ടുമ്പോൾ ശക്തമായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ 3 പേർക്കെതിരെ മൂന്ന് പേർക്കെതിരെ നടപടിയുമായി ഹോസ്പിറ്റൽ അധികൃതർ രംഗത്ത് വരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഇവർക്കെതിരെ പോലീസും കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഇവർക്ക് 3 പേർക്കെതിരെയാണ് കേസെടുത്തത്. അതായത് ഈ നഴ്സ്, ജീവനെടുക്കാൻ ശ്രമിച്ച നഴ്സ് ഈ ഹോസ്പിറ്റലിൽ യുഎൻഎയുടെ ഒരു യൂണിറ്റ് തുടങ്ങിയിരുന്ന യൂണിറ്റ് സെക്രട്ടറിയുമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേലുദ്യോഗസ്ഥർക്ക് ഈ യുവതിയോട് ചില അമർശങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിന് പ്രകാരം ഈ മെയ് മാസം 18 മുതൽ 30 വരെയുള്ള കാലയളവിൽ നിരന്തരമായി തുടർച്ചയായി ഈ 3 മേലുദ്യോഗസ്ഥരും യുവതിയെ മാനസികമായി പീഡിപ്പിച്ചിരുന്നതാണ് പരാതിയിൽ പറഞ്ഞത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നിലവിൽ ആത്മഹത്യാ പ്രേരണ, അതുപോലെ തന്നെ അപകീർത്തിപ്പെടുത്തൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഈ 3 പേർക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ അല്ലെങ്കിൽ നാടകീയ പ്രതിഷേധങ്ങൾ വരെ ഹോസ്പിറ്റൽ അങ്കണത്തിൽ അരങ്ങേറിയിരുന്നു. ഇത്തരത്തിൽ നടത്തിയ പ്രതിഷേധത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. 15 ഡിവൈഎഫ്ഐ പ്രവർത്തകരെയും അതുപോലെ തന്നെ 11 യുവമോർച്ച പ്രവർത്തകർക്ക് നേരെയാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും ബാക്കി നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ ഈ പ്രതിഷേധങ്ങൾക്കിടെ ഏറെ വൈകിയാണ് പോലീസ് ഈ നഴ്സായ യുവതിയുടെ മൊഴി ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തിയിരുന്നത്. ഇവർ ആദ്യഘട്ടത്തിൽ തീവ്രപരിചരണ വിഭാഗത്തിലായിരുന്നെങ്കിലും നിലവിൽ ഇവരുടെ ആരോഗ്യനിലയിൽ ആശങ്കയൊന്നുമില്ല. എന്തായാലും അവർ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടുകൂടി പോലീസ് ഇവരുടെ മൊഴി ഔദ്യോഗികമായി രേഖപ്പെടുത്തുകയും പിന്നാലെയാണ് FIR ഇട്ട് കേസെടുത്ത് രജിസ്റ്റർ ചെയ്തത്. എന്തായാലും നിലവിൽ 3 പേർക്കെതിരെ ആശുപത്രി അധികൃതർ നടപടിയെടുത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസും കേസെടുത്തിരിക്കുന്നത്. ഇനി 3-ാം തീയതി സിഇഒയുമായി നടക്കുന്ന ഒരു ഒരു ചർച്ചയുണ്ട്. അതിനുശേഷമായിരിക്കും ബാക്കി സമര പരിപാടികൾ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരൂ. ശ്യാമിലി, ജോയ്മോൻ.